ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പോൾ നമ്മുടെ +2ന്റെ റിസൾട്ട് വന്നു അല്ലേ? അപ്പോൾ എല്ലാവരും ഇനി നേരിടാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പലവരും നമ്മളോട് ചോദിക്കും, +2 കഴിഞ്ഞു അല്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ നേരെ ഡിഗ്രി അല്ലേ, ഡിഗ്രി സയൻസ് അല്ലേ എന്നൊക്കെയാണ് പണ്ട്. അതായത് ഇപ്പം ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞപ്പോൾ എന്നോട് കൂടുതൽ പേരും പറഞ്ഞത്, +2ൽ അത്യാവശ്യം മാർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ പേരും പറഞ്ഞത് ഇനിയിപ്പോൾ വല്ല സയൻസ് സബ്ജക്ട്സ്, അതായത് നമ്മുടെ BSc മാത്സോ BSc, ഇപ്പം ഞാൻ അതായത് +2ൽ സയൻസ് ആയിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം BSc മാത്സോ BSc സുവോളജി BSc ബോട്ടണി അങ്ങനെ സയൻസ് സബ്ജക്ട്സിന്റെ കുറച്ചുകൂടെ ആ ഡിഗ്രിയിൽ തന്നെ ഒരുപാട് സബ്ജക്ട് നമുക്കുണ്ടല്ലോ, അപ്പോൾ അത് എടുത്തുകൂടെ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അപ്പം നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയില്ല. +2 കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള വലിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അത് ഒന്നാമത്തെ കാര്യം. ആൻഡ് കറക്റ്റ് അംബീഷൻ എന്താണ്, നമുക്ക് എന്താണ് ആവേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ തീരുമാനിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാം, ഇത് നല്ലതാണ് എന്നൊക്കെ അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് മെജോറിറ്റി സ്റ്റുഡൻസ് നമ്മുടെ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം വേണം, എന്താണ് ഞാൻ ആവേണ്ടത്, ഭാവിയിൽ ഞാൻ എന്താണ് ആവേണ്ടത്. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ +2 കഴിഞ്ഞാൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റ് ആണ് ആവണമെന്നുണ്ടെങ്കിൽ, അഡ്വക്കേറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു അഡ്വക്കേറ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഡയറക്റ്റ്ലി ഇപ്പോൾ +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ലോ കോളേജിൽ പോകുന്നതിന് പകരം നിങ്ങൾക്ക് +2 കഴിഞ്ഞ ഒരു എൻട്രൻസ് എക്സാമിലൂടെ നിങ്ങൾക്ക് 5 വർഷത്തെ ഈ ഒരു ലോ ആയിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. ലോ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ് ആവേണ്ടതെന്നുള്ളതാണ്. നിങ്ങളുടെ അംബീഷൻ എന്താണ്, നിങ്ങൾ ഫ്യൂച്ചറിൽ ആരാവണം എന്ന കാര്യം നിങ്ങൾ തീരുമാനിക്കുക. അതിനുശേഷം മാത്രം എന്ത് കോഴ്സ് എടുക്കണം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടത് എന്ന കാര്യം തീരുമാനിക്കാനായിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് കാര്യം, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ ഡിഗ്രി ആണ് എല്ലാം എന്നുള്ള രീതിയിൽ കൺവേർട്ട് ആയി പോകരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾക്കൊരു അഡ്വക്കേറ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് +2 കഴിഞ്ഞ് എഴുതാൻ പറ്റിയ ഒരു എൻട്രൻസ് എക്സാം ആണ് CLEE എന്ന് പറയുന്നത്. അതായത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ളൊരു എൻട്രൻസ് ടെസ്റ്റ് ആണ്. അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോ കോളേജിൽ 5 വർഷത്തെ അഡ്മിഷൻ ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊരു ഗവൺമെന്റ് കോളേജിൽ കിട്ടുന്നതും പ്രൈവറ്റ് കോളേജിൽ നമ്മൾ ചെയ്യുന്നതും. ഇപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ളൊരു സ്വപ്നം കണ്ട് ചിലപ്പോൾ ആ ഒരു സമയത്ത് കോമ്പറ്റീഷൻസ് നല്ലപോലെ കൂടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു കാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഒരു പ്രൈവറ്റ് കോളേജിൽ നമ്മൾ പോയി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ അല്ലാത്ത രീതിയിലുള്ള ഫീസാണ് അവിടെ ഉള്ളത് അല്ലേ. ഒരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതും പ്രൈവറ്റ് കോളേജിൽ പോയി ചേരുന്നതും നല്ല ഡിഫറൻസ് ആണ്. അത്രയും പൈസ നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ കൈയോടെ തന്നെ +2 കഴിഞ്ഞതും ആ ഒരു എൻട്രൻസ് എക്സാം എഴുതി ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ലോ കോളേജിൽ അഡ്മിഷൻ ലഭിക്കും. അപ്പൊ അതിനുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് CLEE എന്ന് പറയുന്നത്, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വക്കേറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ അത് നന്നായിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതല്ലാതെ വേറൊരു എൻട്രൻസ് എക്സാം ആണ് നമ്മുടെ CLAT എന്ന് പറയുന്നത്. അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് നാഷണൽ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള അഡ്മിഷൻ ലഭിക്കാനായിട്ടുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് CLAT എന്ന് പറയുന്നത്. അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പൊ അതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഇപ്പൊ ആക്ച്വലി ഞാനൊക്കെ +2 കഴിഞ്ഞ സമയത്ത് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല, ഇതെന്താണ് സംഭവം എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരുപാട് ഇപ്പൊ വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ചാനൽസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് അവൈലബിലിറ്റീസ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഒരു ഉറപ്പ് വരുത്തിയിട്ട് മാത്രം +2 കഴിഞ്ഞ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ CLATന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്കൊരു നാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റി അവിടെ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എഴുതാൻ പറ്റിയ ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് നമ്മുടെ CLAT എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ തന്നെ നമുക്ക് CUET ഉണ്ട്. ഇപ്പൊ +2 കഴിഞ്ഞ് CUET UG, അതായത് ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അതാണ് CUET എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലവരും കേട്ടിട്ടുണ്ടാവും, കാരണം അതൊരു ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ CUET എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്കൊരു പോസിബിലിറ്റീസ് ആണ്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ +2 കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി ഒരുപാട് കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്ത് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കാം അങ്ങനെയൊന്നും വിചാരിക്കാതെ ഇപ്പൊ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ ഒരു പീക്ക് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു നല്ല മൈൻഡാണ്, ഒരു ഫ്രഷ് മൈൻഡാണ്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ഒരു മൈൻഡിലൊന്നും
നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രഷ് മൈൻഡ് അല്ല ഇപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് കുറേ പോരായ്മകളുണ്ട് അല്ലെ, കുറെ നമ്മുടെ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ഫ്രഷ് മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണോ അതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അതിനായിട്ട് നന്നായിട്ട് ശ്രമിച്ച് നിങ്ങളുടെ അംബീഷൻ എന്താണെന്ന് തീരുമാനിച്ച് അതിലോട്ട് എത്തിപ്പെടാനായിട്ട് ഇപ്പോഴേ പരിശ്രമിച്ചു തുടങ്ങാം. ഇപ്പൊ പലവരും ഇപ്പൊ നിങ്ങൾ ഉപദേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് എന്താണ്, ഇതിനൊക്കെ ഞാൻ എന്തിനാ ഇപ്പൊ മൈൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതെന്തിനാ ഞാൻ ഇപ്പൊ കേൾക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ തോന്നും. അത് നിങ്ങളുടെ പ്രായത്തിന്റെ ആ ഒരു ഇതാണ് അല്ലെ. ഇപ്പൊ ഞാനും ആ പ്രായത്തിൽ എനിക്ക് ഉപദേശം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ മോട്ടിവേഷൻ എന്ന് പറയുന്നതൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റേജിൽ നമ്മളെ ഒരുപാട് പറഞ്ഞു തന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ കോഴ്സ് എടുത്തതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലെവലിലോട്ട് എത്തിയെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടൈം വേസ്റ്റ് ചെയ്യാതെ, നിങ്ങളുടെ ഈ ഒരു പീക്ക് മൈൻഡ് സെറ്റ് ഒന്നും വേസ്റ്റ് ചെയ്യാതെ ആ സമയത്ത് നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ അംബീഷനിലോട്ട് എത്താൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അഡ്വക്കേറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അത് ഇപ്പൊ തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ CCയിൽ ഇപ്പോൾ ക്ലീക്ക് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ നമുക്ക് പ്രോപ്പർ ലൈവ് സെഷൻസും റെക്കോർഡർ ക്ലാസ്സുകളും പേഴ്സണൽ മെന്റർഷിപ്പും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും അങ്ങനെ നിങ്ങൾ അതിലോട്ട് എത്തിക്കുന്ന എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ഇവിടെ നിന്ന് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ CUET അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. അപ്പൊ അത് UG ആയിട്ടുള്ള CUETന്റെ കോഴ്സും നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻക്വയറി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ലേണിംഗ്.